ഈ ഞാൻ ചെയ്യുന്ന പോലെയുള്ള പണി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആയ ദാഇമാരോ വഅദ് പറയുന്നവരോ ആയവരെ പറ്റി, അവരെ പറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെ പറ്റിയെന്നേ പറയുന്നുള്ളൂ. ഒരു സംഭവം കൂടെ പറയാം. അത് റസൂലുള്ളാഹിന്റെ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പേടിക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അക്സറു മുനാഫിഖീ ഉമ്മത്തി ഖുറാഉഹാ, എന്റെ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ കപടവിശ്വാസികൾ എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ എത്തി കാര്യം? അക്സറു മുനാഫിഖീ ഉമ്മത്തി ഖുറാഉഹാ, എന്റെ ഉമ്മത്തിലെ ദീൻ പഠിച്ച ആളുകളായിരിക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുനാഫിഖീങ്ങൾ. സാധാരണക്കാരും നാടന്മാർക്കും ഈമാനുണ്ട്, അവർക്ക് ആലിമീങ്ങളോട് സ്നേഹമുണ്ട്, മഹത്തുക്കളോട് മഹബത്തുണ്ട്. ആ മഹബത്ത് ഇഖ്ലാസിന്റെ മഹബത്താണ്. ആലിമീങ്ങൾക്ക് മഹബത്ത് പണത്തോട്, ആലിമീങ്ങൾക്ക് മഹബത്ത് പൈസയോട്, ആലിമീങ്ങൾക്ക് മഹബത്ത് പാവപ്പെട്ടവരോട് തോന്നുന്നില്ല, മുതലാളിമാരോട്. ഉസ്താദന്മാരൊക്കെ മുതലാളിമാരെ പിന്നില്ല, മുതലാളിമാർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ അവർ വിളിച്ചാൽ ഓടിയെത്തും, പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. ഇങ്ങനത്തെ ഒരു കാലം. അക്സറു മുനാഫിഖീ ഉമ്മത്തി ഖുറാഉഹാ, എന്റെ ഉമ്മത്തിലെ തലപ്പാവതരിച്ച പണ്ഡിതന്മാർ, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവരായിരിക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ കപടവിശ്വാസികൾ. അത്രേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ശൈഖുൽ ഇസ്ലാം, ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലുഹ ബിഹി അവ്വലുഹാ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ എങ്ങനെ അല്ലാഹുവിനെ പേടിച്ചോ അങ്ങനെ നമ്മൾ പേടിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഇത്തിബാ നമ്മുടെ മുൻഗാമികളെയാണ്. ഇത്തിബാ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ആലിമീങ്ങളെയല്ല. ആലിം പറയുന്നത് ദീനാണ്, പക്ഷെ ആലിം ചെയ്യുന്നത് ദീനായിരിക്കണമെന്നില്ല. എന്നാൽ പിൻപറ്റേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞത് അവരുടെ ഇൽമു പഠിച്ചോളൂ. അവര് പറയുന്നത് ഇൽമായിരിക്കാം, ദീനായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് മുഴുവൻ ദീനാവോ? അവരൊക്കെ മനുഷ്യന്മാരിലെ തെറ്റുപറ്റൂലേ? ഇത്തിബാ ചെയ്യേണ്ടത് ആരെയാ? അല്ലാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ സ്വഹാബിനെ റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. അല്ലാഹു നമുക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി തന്നു. നമ്മൾ മനസ്സിലാക്കി ആ അഹ്ലുസുന്ന വൽ ജമാഅത്തിനായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. ജനങ്ങൾക്ക് കണ്ണ് വേണം. സാധാരണക്കാർ ഇൽമു മനസ്സിലാക്കണം. ആലിമിന്റെ ലക്ഷണം എന്താണെന്നറിയണം. ദീനിൽ അല്ലാഹു അനുവദിച്ചത് ഒരു സത്യസന്ധനായ മനുഷ്യന്റെ ലക്ഷണം എന്തായിരിക്കണം, സത്യസന്ധനായ മുഅ്മിനിന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. എന്തിനെന്നറിയോ? പെട്ടുപോവാതിരിക്കാൻ. നാളെ പരലോകത്തെത്തുമ്പോ എത്രയോ നേതാക്കന്മാർ അനുയായികളോട് പറയുമത്ര, അനുയായികളെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത്? ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത്? ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷ കാണുകയും നേതാക്കന്മാർ അനുയായികളോട് പൊയ്ക്കോളൂ, ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത് എന്ന് അനുയായികളെ നാളെ ആട്ടിയോടിക്കുന്ന നേതാക്കന്മാരുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ അപകടത്തിൽപ്പെടാതിരിക്കാനാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ അസ്ലിഹനാ വഅസ്ലിഹ ഇമ്മതനാ വഉലമാഅനാ വവആതനാ വദുആതനാ വഹുക്കാമനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, ആലിമീങ്ങളെ നന്നാക്കി തരട്ടെ. വഅദ് പറയുന്നവരെ, മുദർരിസുമാരെ, ആലിമീങ്ങളെ, സാധാരണക്കാരെ, ദീനിന്റെ ആളുകളെ, നേതാക്കന്മാരെ, ഭരണാധികാരികളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.